ശത്രുനേരെ വന്നെതിർത്തെന്നാലും എൻ്റെ യാത്ര മധ്യേ എന്തു നേരിട്ടാലും, ശത്രുനേരെ വന്നെതിർത്തെന്നാലും എൻ്റെ യാത്ര മധ്യേ എന്തു നേരിട്ടാലും, കർത്താവിൽ ഞാൻ ചാരി തന്മുഖത്തെ നോക്കി യാത്ര ചെയ്യും ക്രൂശെടുത്തി പാരിൽ. കർത്താവിൽ ഞാൻ ചാരി തന്മുഖത്തെ നോക്കി യാത്ര ചെയ്യും ക്രൂശെടുത്തി പാരിൽ. കർത്താവിനായി പാരിലെൻ്റെ ജീവകാലമെല്ലാം പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി, പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി. കർത്താവിനായി പാരിലെൻ്റെ ജീവകാലമെല്ലാം പാർത്തിടും ഞാൻ സ്തോത്രഗീതം പാടി. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ബിനോഷ് ജോൺ മുക്കട ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. എല്ലാ മോർണിംഗ് വോയിസ് ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. സമാധാനവും സന്തോഷവും ലഭിക്കാത്ത ഒരു ലോകജീവിതത്തിലാണ് നാം കടന്നു പോകുന്നത്. 94-ാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ ദൈവഭക്തന് ലഭിക്കുന്ന സമാധാനത്തെക്കുറിച്ച് നമുക്കവിടെ ചിന്തിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. പീഡനം അനുഭവിക്കുന്ന നീതിമാന്മാർ ദൈവം തങ്ങൾക്ക് വേണ്ടി ശത്രുക്കളുടെ മേൽ പ്രതികാരം നടത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വാക്കുകളോടെ സങ്കീർത്തനം ആരംഭിക്കുന്നു. 93-ാം സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ പരമാധികാരവും 94-ാം സങ്കീർത്തനത്തിൽ ദൈവം ന്യായാധിപനാകുന്നു എന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സകലത്തെയും നീതിയിൽ ഭരിക്കുന്ന ഒരു രാജാവ് സ്വർഗത്തിൽ ഉണ്ട് എന്നതാണ് ഭക്തനായിരിക്കുന്ന മനുഷ്യൻ്റെ സമാധാനം. ഈ 94-ാം സങ്കീർത്തനത്തിനും ദൈവഭക്തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ചില സമാധാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. നാം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്: യഹോവ തൻ്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തൻ്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ഭക്തൻ നേരിടുന്ന പ്രശ്നങ്ങൾ ധാരാളമാണ്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി ഭക്തൻ കടന്നു പോകുന്നുണ്ട്. 3-ാം വാക്യം നാം വായിക്കുന്നുണ്ട്: യഹോവയെ ദുഷ്ടന്മാർ എത്രത്തോളം ഘോഷിച്ച് ഉല്ലസിക്കും. ദുഷ്ടന്മാരുടെ വലിയ ഘോഷം നിമിത്തം, നീതികേട് പ്രവർത്തിക്കുന്ന വമ്പ് നിമിത്തം ഭക്തൻ അനേക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. 5 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. എന്നാൽ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സംഗീതക്കാരൻ പറയുന്നുണ്ട്: യഹോവ തൻ്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തൻ്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ദൈവം തന്നെ തള്ളിക്കളയുകയില്ല എന്നുള്ളത് ഭക്തൻ്റെ ജീവിതത്തിലെ വലിയൊരു സമാധാനമാണ്. എന്തുകൊണ്ടാണ് ദൈവം തള്ളിക്കളയാതിരിക്കുന്നു? കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നാം ദൈവത്തിൻ്റെ ജനമാണ്, നാം ദൈവത്തിൻ്റെ അവകാശമാണ്. അതുകൊണ്ടാണ് ഭക്തൻ്റെ ജീവിതത്തിൽ സമാധാനമുള്ളത്. ദൈവം തന്നെ തള്ളിക്കളയാതിരിക്കുന്നത് കൊണ്ടാണ്. 95-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്: നാം അവൻ്റെ കൈക്കിലെ ആടുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ നമുക്കെതിരായി ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഒരു നാളും തള്ളിക്കളയാതെ വണ്ണം നമ്മളോട് കൂടെ ഉണ്ട് എന്നത് നമ്മെ സംബന്ധിച്ച് അനുഗ്രഹീതമേറിയ ഒരു സമാധാനത്തിൻ്റെ കാര്യമാണ്. മറ്റൊരു കാര്യമാണ് നാം അതിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് ഭക്തൻ്റെ സമാധാനത്തെക്കുറിച്ച്: യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. രണ്ടാമതായിട്ട് ഭക്തൻ്റെ ജീവിതത്തിലെ സമാധാനം ദൈവം സഹായകനായിട്ട് തന്നോടുകൂടെ ഉണ്ട് എന്നതാണ്. സഹായകൻ, ഇത് നല്ലതാണ്. എന്തിനാണ് സഹായം ലഭിക്കേണ്ടത്? 16-ാം വാക്യം നാം വായിക്കുന്നുണ്ട്: ദുഷ്കർമ്മികളുടെ നേരെ ആർ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും? നീതികേട് പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്തു നിൽക്കും? ഭക്തൻ ചോദിക്കുന്ന ചോദ്യമാണ്. തനിക്ക് എതിരായി വരുന്ന ദുഷ്കർമ്മികൾ, തനിക്കെതിരായി നീതികേട് പ്രവർത്തിക്കുന്നവർ, അവർക്കെതിരായി എതിർത്ത് നിൽക്കുവാൻ തന്നെ ആര് സഹായിക്കുമെന്ന് ഭക്തൻ ചോദിക്കുമ്പോൾ ഭക്തൻ തന്നെ കണ്ടെത്തിയ കാര്യമാണ്, തന്നെ സഹായിക്കുവാനായിട്ട്
യഹോവയായിരിക്കുന്ന ദൈവമുണ്ട്. 17 വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ നീതികേട് പ്രവർത്തിക്കുന്ന, ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്കെതിരെ കർത്താവ് ഒരു സഹായകനായിട്ട് തന്നോടുകൂടെ ഉണ്ടായിരുന്നു കൊണ്ടാണ് തൻ്റെ പ്രാണൻ മൗനവാസം ചെയ്യാതെ വണ്ണം ദൈവം കരുതിയെന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, നാം അതിൻ്റെ 9 വാക്യത്തിലേക്ക് വരുമ്പോഴും അവിടെ ഭക്തൻ ചോദിക്കുന്ന ചോദ്യമാണ്, ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ, കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ, ജാതികളെ സൃഷ്ടിക്കുന്നവൻ ശാസിക്കുകയില്ലയോ, അവൻ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിച്ച് കൊടുക്കുന്നില്ലയോ. ഭക്തൻ പറയാണ്, കണ്ണിനെ നിർമ്മിച്ചവൻ കാണും, ചെവിയെ നട്ടവൻ കേൾക്കും. തൻ്റെ വേദനകൾ, തൻ്റെ ദുരിതങ്ങൾ, തൻ്റെ നിലവിളി ദൈവം കേൾക്കും. ദൈവം തനിക്ക് സഹായകനായിട്ട് തന്നോട് കൂടെ ഉണ്ടാകും എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് നമ്മോട് ഓർപ്പിക്കുന്നു. 124 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യം വായിക്കുമ്പോഴും ഇതുപോലെ തന്നെയുള്ള ഒരാശയം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെയും സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഇവിടെയും അതേ ആശയം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം തൻ്റെ പക്ഷത്ത് ഉണ്ടായിരുന്നുകൊണ്ട്, ദൈവം സഹായകനായിട്ട് ഉണ്ടായിരുന്നുകൊണ്ട് അവർ ജീവനോടെ വിഴുങ്ങിക്കളയാതെ വണ്ണം ദൈവം സഹായകനായിട്ട് ഇരുന്നു എന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കും. 3-ാമത്തെ ഒരു സമാധാനത്തെക്കുറിച്ചും ഭക്തൻ പറയുകയാണ്. അതിൻ്റെ 19 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിങ്ങനെയാണ്, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ദൈവം ആശ്വാസകനായിട്ട് തന്നോടുകൂടെ ഉണ്ടായിരുന്നുവെന്നത് ഭക്തന് വലിയൊരു സമാധാനം ലഭിക്കുന്നു. ഭക്തൻ്റെ ജീവിതത്തിൽ ഒരു നിലയിലും ആശ്വാസം ലഭിക്കുന്നില്ല. തൻ്റെ പ്രാണന് ആശ്വാസമില്ല, തൻ്റെ ശരീരത്തിന് വേണ്ട ആശ്വാസമില്ല. തൻ്റെ ജീവിതത്തിൽ ഒരു നിലയിലും ഒരാശ്വാസം കണ്ടെത്തുവാനായിട്ട് തനിക്ക് കഴിയാതിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. കാരണം തൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്താൽ ദൈവത്തിൽ നിന്നുള്ള വലിയ ആശ്വാസം തനിക്ക് ലഭിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ഒരു നിലയിലും ആശ്വാസം ലഭിക്കുന്നില്ല. നമ്മളെ ആശ്വസിപ്പിക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് സമാധാനത്തിൻ്റെ വാക്കുകളോ പറയുവാനോ നമ്മുടെ കൂടെ ആരുമില്ല എങ്കിൽ പോലും ദൈവം ആശ്വാസകനായി നമ്മോട് കൂടെയുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ഈ ലോക ജീവിതത്തിൽ ആശ്വാസദായകനായിരിക്കുന്ന ദൈവം, നമ്മുടെ കർത്താവ്, ആശ്വാസപ്രദനായിരിക്കുന്ന ദൈവം നമ്മോട് കൂടെയുള്ളത് നമുക്ക് അനുഗ്രഹീതമേറിയ സമാധാനം നൽകുന്ന ഒരു വസ്തുതയാണ്. 4-ാമത്തെ കാര്യം, ഭക്തൻ്റെ സമാധാനത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. നാം അതിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്, എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എൻ്റെ ശരണശൈലമായി എൻ്റെ ദൈവവുമാകുന്നു. ദൈവം ഒരു സംരക്ഷകനായിട്ട് തന്നോടുകൂടെ ഉണ്ട് എന്നത് ഭക്തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സമാധാനമാണ്. 20-21 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്, നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് എന്നോട് സക്തി ഉണ്ടാകുമോ? നീതിമാന്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു. കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. കുറ്റമില്ലാത്ത രക്തത്തെ പകിക്കുവാൻ, കുറ്റമില്ലാത്ത രക്തത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ, കുറ്റമില്ലാത്ത രക്തത്തെ അപമാനിക്കുവാനും പരിഹസിക്കുവാനും നിന്ദിക്കുവാനും ഒരു കൂട്ടർ തനിക്കെതിരായി എഴുന്നേൽക്കുമ്പോൾ ഭക്തൻ പറയാണ്, അവരുടെ മധ്യത്തിൽ ദൈവം തനിക്ക് ഒരു സംരക്ഷണമാണ്. ദൈവം ഒരു ഗോപുരമായി, ദൈവം ഒരു ശരണശൈലമായി, എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നാണ് ഭക്തന് പറയുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ നമുക്കും സംരക്ഷകനായി നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. എത്രയോ പഴികൾ, എത്രയോ നിന്ദകൾ, എത്രയോ വേദനജനകമായിരിക്കുന്ന അനുഭവമാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ലോക ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കുറ്റമില്ലാത്ത രക്തത്തെ ശിക്ഷയ്ക്ക് വിധിക്കുന്ന, കുറ്റമില്ലാത്ത രക്തത്തെ പകിക്കുന്ന ഒരു ദുഷ്ട തലമുറ നമ്മുടെ ചുറ്റിലുമുണ്ട്. എന്നാൽ കർത്താവ് നമ്മുടെ സഹായകനായി, കർത്താവ് നമ്മുടെ സംരക്ഷകനായി നമ്മോട് കൂടെയുണ്ട് എന്നത് നമുക്ക് വളരെ സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. 4 നിലയിൽ ഭക്തൻ ഇവിടെ സമാധാനം കണ്ടെത്തുന്നു. ദൈവം തന്നെ തള്ളിക്കളയുകയില്ല എന്നത് ഭക്തൻ്റെ സമാധാനമാണ്. ദൈവം സഹായകനായിട്ടിരിക്കുന്നത് ഭക്തൻ്റെ സമാധാനമാണ്. ദൈവം ആശ്വാസകനായിട്ടിരിക്കുന്നത് ഭക്തൻ്റെ സമാധാനമാണ്. ദൈവം
സംരക്ഷകനായിട്ടിരിക്കുന്നതും ഭക്തൻ്റെ സമാധാനമാണ്. ഈ ലോക ജീവിതത്തിൽ ദൈവം നമ്മോടുകൂടെ ഈ നിലയിലുണ്ട് എന്ന് മനസ്സിലാക്കി സമാധാനത്തോടുകൂടി സന്തോഷകരമായി ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.